കേരളത്തിലെ സാധാരണക്കാരായ മദ്യപാനികളുടെ ജനപ്രിയ ബ്രാൻഡായ ജവാൻ റമ്മിന്റെ ഉൽപ്പാദനം പൂർണ്ണമായി മുടങ്ങിയതിന് പിന്നിൽ ബോധപൂർവമായ അട്ടിമറിയോ? സംസ്ഥാനത്തെ വലിയൊരു വിഭാഗം വരുന്ന ഉപഭോക്താക്കൾക്കിടയിൽ സർക്കാരിനെതിരെ ജനവികാരം ഇളക്കിവിടാനുള്ള ആസൂത്രിത ശ്രമമാണോ ഇതിനു പിന്നിലെന്ന് സംശയം ശക്തമാകുന്നു. ബെപ്കോയും ഉൽപ്പാദന ചുമതലയുള്ള ട്രാവൻകൂർ ഷുഗേഴ്സും തമ്മിലുള്ള ഏകോപനമില്ലായ്മയും എക്സൈസ് വകുപ്പിലെ ചില ഉന്നതരുടെ താൽപര്യങ്ങളുമാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതിസന്ധിക്ക് പിന്നിലെന്നാണ് ആക്ഷേപം. വിഷയത്തിൽ കടുത്ത അസ്വാഭാവികത മണത്തതോടെ എക്സൈസ് മന്ത്രി എം ലിജു അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. വിവാദങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ബെപ്കോ CMD MR അജിത് കുമാറിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന പുതിയ ആയുധമായി ജവാൻ വിവാദം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി വിപണിയിൽ ജവാന്റെ ലഭ്യത കുറച്ചു കൊണ്ടുവരികയും ജൂൺ 12 മുതൽ ഉൽപ്പാദനം പൂർണ്ണമായി നിർത്തുകയുമായിരുന്നു. ഇതേ തുടർന്ന് മന്ത്രി എം ലിജു അടിയന്തര യോഗം വിളിച്ചപ്പോഴാണ് ഉദ്യോഗസ്ഥരുടെ ചേരിപ്പോര് പുറത്തു വന്നത്. അറ്റകുറ്റപ്പണികളും പ്ലാസ്റ്റിക് കുപ്പികൾ നൽകുന്ന കമ്പനി വില കൂട്ടാൻ ആവശ്യപ്പെട്ടതുമാണ് പ്രതിസന്ധിക്ക് കാരണമായി ട്രാവൻകൂർ ഷുഗേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ വിവരങ്ങളൊന്നും തന്നെ താൻ അറിഞ്ഞിട്ടില്ലെന്ന് ബെപ്കോ CMD MR അജിത് കുമാർ യോഗത്തിൽ നിലപാടെടുത്തു. ഇതോടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അജിത് കുമാറിനെ അറിയിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ട്രാവൻകൂർ ഷുഗേഴ്സ് രംഗത്തെത്തിയതോടെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം കടുത്ത വാക്കുതർക്കത്തിന് വേദിയായി മാറുകയും ചെയ്തു. ഇത്രയും വലിയൊരു പ്രതിസന്ധി CMD അറിയാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്ന വിലയിരുത്തലാണ് എക്സൈസ് വകുപ്പ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കാരണം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയെന്നും അതിനാൽ നിലവിലെ കരാർ തുകയേക്കാൾ കൂടുതൽ പണം വേണമെന്നുമാണ് കുപ്പിയും അടപ്പും വിതരണം ചെയ്യുന്ന കമ്പനിയുടെ ആവശ്യം. സർക്കാർ സ്ഥാപനമായതിനാൽ കരാർ ലംഘിച്ച് പണം നൽകാൻ ട്രാവൻകൂർ ഷുഗേഴ്സ് തയ്യാറാകാതിരുന്നതോടെ വിതരണം പൂർണ്ണമായി നിലച്ചു. മറ്റൊരു കമ്പനിയിൽ നിന്ന് കുപ്പികൾ വാങ്ങാൻ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാൻ കുറഞ്ഞത് 5 ദിവസമെങ്കിലും വേണം. അടുത്ത ആഴ്ചയോടെ ഉൽപ്പാദനം പുനരാരംഭിക്കാൻ കഴിയൂ. പ്രതിദിനം 90,000 ലിറ്റർ ജവാൻ റമ്മാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. 1 ലിറ്ററിന് 640 രൂപ നിരക്കിൽ ഒരു ദിവസം 5.76 കോടി രൂപയുടെ കച്ചവടമാണ് നടന്നിരുന്നത്. ഈ കണക്ക് വെച്ച് നോക്കിയാൽ കഴിഞ്ഞ 7 ദിവസം കൊണ്ട് മാത്രം സർക്കാരിനുണ്ടായ നഷ്ടം 40.32 കോടി രൂപയാണ്. സംസ്ഥാനത്തിന് വലിയ വരുമാനം നേടിത്തരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെയും ജനപ്രിയ ബ്രാൻഡിനെയും തകർക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ബോധപൂർവമായ വീഴ്ച വരുത്തിയോ എന്നാണ് മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുക. കഴിഞ്ഞ കുറച്ചു കാലമായി വിപണിയിൽ ജവാന്റെ ലഭ്യത കുറച്ചു കൊണ്ടുവരികയും ജൂൺ 12 മുതൽ ഉൽപ്പാദനം പൂർണ്ണമായി നിർത്തുകയും ചെയ്തു. എന്തായാലും മന്ത്രി എം ലിജു അടിയന്തര യോഗം വിളിച്ചപ്പോഴാണ് ഉദ്യോഗസ്ഥരുടെ ഈ ഒരു പോര് പുറത്തു വന്നത്. അറ്റകുറ്റപ്പണികളും പ്ലാസ്റ്റിക് കുപ്പികൾ നൽകുന്ന കമ്പനി വില കൂട്ടാൻ ആവശ്യപ്പെട്ടതുമാണ് പ്രധാന പ്രതിസന്ധിയായി ഇപ്പോൾ ട്രാവൻകൂർ ഷുഗേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത്.